സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരം സിറ്റിയിലെ ഭൂമി തട്ടിപ്പിനെ കുറിച്ചാണ്. തിരുവനന്തപുരം സിറ്റിയുടെ കണ്ണായ സ്ഥലത്ത്, അതായത് ജവഹർ നഗറിൽ, ഡോറ എന്ന അമേരിക്കയിൽ സെറ്റിൽഡായ സ്ത്രീക്ക് 14.5 സെന്റ് വസ്തുവും അതിൽ വലിയൊരു വീടുമുണ്ട്. ആ വസ്തു അവർ ഒരു കെയർടേക്കറിനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അയാൾ കരമടയ്ക്കാൻ കഴിഞ്ഞ വർഷം ഓഫീസിൽ പോയപ്പോഴാണ് അറിയുന്നത് അനിൽ തമ്പിയുടെ കൈവശമാണ് ഈ കോടിക്കണക്കിന് വാല്യുള്ള പ്രോപ്പർട്ടി എന്ന്. അയാൾ കേസ് കൊടുക്കുന്നു, പോലീസ് അന്വേഷിക്കുന്നു. കഥയുടെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെയാണ്. വ്യവസായിയായ അനിൽ തമ്പി എഴുത്തുകാരനായ അനന്തപുരി മണികണ്ഠനുമായി ചേർന്ന് ഗൂഢാലോചന ചെയ്ത ശേഷം ഡോറയുടെ മുഖസാദൃശ്യമുള്ള മണ്ണന്തല സ്വദേശി വസന്തയെയും വസന്തയ്ക്കൊരു കൊച്ചുമകളായി പുനലൂർ സ്വദേശി മെറിനെയും കണ്ടെത്തുന്നു. അത് കഴിഞ്ഞ് വസന്ത എന്ന നമ്മുടെ അഭിനവ ഡോറ തന്റെ വളർത്തുമകളായ മെറിന് ഈ സ്വത്ത് ഇഷ്ടദാനം ചെയ്യുന്നു. മെറിനിത് ചന്ദ്രസേനൻ എന്ന വ്യക്തിക്ക് കൈമാറുന്നു. ചന്ദ്രസേനൻ ഈ പ്രോപ്പർട്ടി അനിൽ തമ്പിക്ക് കൈമാറുന്നു. ഈ ഭൂമി തട്ടിപ്പിന് എല്ലാവിധമായ നിയമപരമായ സാങ്കേതിക സഹായങ്ങളും സപ്പോർട്ടുകളും ചെയ്തു കൊടുത്തത് ശാസ്തമംഗലം സബ് രജിസ്ട്രാറായ കള്ളിക്കാട് സ്വദേശിനി ലക്ഷ്മി എന്ന ലീലയാണ്. ഈ ലീല പഠിക്കുന്ന കാലത്തൊക്കെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഗേസ് നന്നായി പഠിക്കുമായിരുന്നു. 10ാം ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ക്ലാസ് മേടിച്ചൊരു കുട്ടിയാണ്. ഭർത്താവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാനറിൽ നിന്ന് പണ്ട് തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് കേട്ടോ. പാർട്ടിക്കാരി ആയതുകൊണ്ട് തന്നെ പാർട്ടിയുടേതായ ഒരു പ്രൊട്ടക്ഷനും ഇമ്മ്യൂണിറ്റിയും ഒക്കെ ലക്ഷ്മിക്ക് കിട്ടുമെന്നുള്ള ചിന്തയായിരിക്കാം. ആ ബോഡി ലാംഗ്വേജിലൊക്കെ വളരെ വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നന്നായി കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല ജോലിയും കിട്ടിയിട്ട് അവസാനം ഇങ്ങനെ ആയതിന് വിധിയോ അത്യാഗ്രഹമോ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഗൈസ്. എന്തായാലും 2 കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഈ സ്കാമിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? രണ്ടാമത്, ഈ മണികണ്ഠനും സബ് രജിസ്ട്രാർ ഓഫീസ് ലക്ഷ്മിയും മറ്റേതെങ്കിലും സ്കാമുകളിൽ കൂടെ പങ്കാളികളാണോ? ഈ 2 പേരുടെയും ബാങ്ക് ട്രാൻസാക്ഷനും ഒക്കെ പരിശോധിക്കുമ്പോൾ പോലീസിന് അറിയാമായിരിക്കുമല്ലോ ഗൈസ്. ഒരു സ്ത്രീ ആയിട്ടുള്ള ഗവൺമെന്റ് ഓഫീസർ ഇത്രയും വലിയൊരു സ്കാമിന്റെ ഭാഗമായി മാറാൻ 10 ലക്ഷം രൂപയും 10 വിലപിടിപ്പുള്ള ഫോണുകളും മേടിച്ചു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകും. നമ്മളെല്ലാം ഞെട്ടിപ്പോകും ഗൈസ്.